ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഞാനും ആമിക്കുട്ടിയും കൂടി ഒരു സ്ഥലത്ത് വന്നിട്ടില്ലേ. ആമി, നമ്മൾ ആരെ കാണാൻ വേണ്ടി വന്നേ? തക്ഷിൽ ആരാണ്? അപ്പം നമ്മൾ ആമിക്കുട്ടിയുടെ അനിയനെ കാണാൻ വേണ്ടിയിട്ട് വന്നേട്ടോ. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ? ഓക്കെ, എല്ലാവരോടും ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി വെച്ചെടുക്കുന്ന നേരെ നോക്കിയാൽ തന്നെ ഫുൾ ഇങ്ങനെ പശുക്കളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിച്ചളപ്പന് പശുക്കളാണ് ഈ കാണുന്നതല്ല. അപ്പോട്ടിന് പശുക്കളെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. അപ്പോട്ടിന് ഇങ്ങനെ അതിന് തലോടൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി പശുവിനെ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര പേടിയാണ്. എനിക്ക് ആൺകുട്ടിക്കും പേടിയായിരുന്നു. അപ്പം നമ്മളുടെ സൈഡിൽ നിന്ന് കുഞ്ഞു പശുവിനെ ഇങ്ങനെ തലോടൊക്കെ ചെയ്തു കുറച്ച് സമയം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിന് പുല്ലിട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ടൈം അവിടെ നോക്കി. അപ്പോഴത്തേക്ക് ദീപുവേട്ടനും അമ്മേച്ചിയും കൂടി വന്നു. ദീപുവേട്ടനും അമ്മേച്ചി ആരാ അറിയോ? അപ്പുവേട്ടൻ്റെ അളിയനും ഏച്ചിയാണേ. പശുവിൻ്റെ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പുല്ലിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യമൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പശുവിനെ പുല്ലിട്ട് കൊടുത്ത് ഏകദേശം ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ട്. അപ്പോൾ പശുക്കൾ ഞാനൊന്ന് ഫ്രണ്ടായി വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും വന്നു. നമ്മളെല്ലാവരും നേരെ ഷോജിളമ്മേൻ്റെ വീട്ടിലോട്ടേക്ക് പോകാൻ പോയി. അവരെ വീട് എന്ന് പറഞ്ഞാൽ ഞാനിത് വ്ലോഗ് എടുക്കാൻ വേണ്ടി കാരണം വീടിങ്ങനെ ഫുൾ മരങ്ങളുടെ ചുറ്റുമായിട്ടാണ്. നിങ്ങൾക്ക് ആ വീട് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഫുള്ളൊരു തറവാടാണ്. പഴയ ഒരു 60 ഇയേഴ്സ് മുന്നേ ഉള്ള വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സാക്റ്റ് 60 ഇയേഴ്സ് തന്നെയാണ്, ഞാൻ വെറുതെ തള്ളുന്നതല്ല. അപ്പോൾ ഫസ്റ്റ് അമ്മേച്ചിയും ഏട്ടനും കൂടി നടന്നു. ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ പോയി. ഞാനാണ് ആദ്യം ഷൂട്ട് ചെയ്തതിലും. പിന്നെ ഞാൻ അപ്പുവേട്ടന് ഫോൺ കൊടുത്തു. ഞാൻ പിന്നെ പോകുന്നൊക്കെ അപ്പുവേട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനിടയിൽ ഏട്ടൻ കുറച്ച് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ അടുത്തൊന്നും വീടൊന്നുമില്ല. അവരുടെ വീട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫുൾ ഏരിയയിൽ തന്നെ. അപ്പോൾ എല്ലാവരും ചില്ലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രക്കിങ്ങിന് വന്നൊരു മൂഡായിരുന്നു എല്ലാവർക്കും. സൈഡിലൊക്കെ ഫുൾ ഇങ്ങനെ ചെടികളായിരുന്നു. നമ്മുടെ ഇപ്പോൾ നാട്ടിലൊന്നും കാണാത്ത ഈ കള്ളിമുൾച്ചെടിയും അതുപോലെ കുറേ ടൈപ്പ് ഓഫ് ചെടികളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വീടിന് ദീപുവായിട്ടൊരു ഇൻട്രോ തന്നിട്ടുണ്ട്. ആധുനികതയുടെ കലർപ്പില്ലാത്ത പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പഴയ വീട്. നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഉണ്ടത് ആ പഴക്കൊലയായിരുന്നു. ആ പഴക്കൊല ഞാനങ്ങ് സൂം ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പോകുമ്പോഴത്തേക്ക് ദീപേട്ടൻ ഇങ്ങനെ പണ്ട് ഇവർ വന്നതൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നേരെ പോയപ്പോൾ കണ്ടത് നമ്മുടെ പൂപ്പിയുടെ കൂടായിരുന്നു. പൂപ്പി എന്നാണ് ആ പട്ടിയുടെ പേര്. അപ്പോൾ ഞാനും ആമിക്കുട്ടി ആദ്യം കാറിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ തക്ഷിൽക്കുട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. നേരെ പോയപ്പോൾ തന്നെ നമ്മുടെ തക്ഷിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇവരെന്താ ഇവിടെ എന്നുള്ള മട്ടിൽ തക്ഷിൽ ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അപ്പുവേട്ടൻ അവിടുത്തെ പൂജാമുറി എനിക്ക് കാണിച്ചു തന്നു. അവിടുത്തെ പൂജാമുറി പണ്ടത്തെ വീടുകളെ പോലെ തന്നെ പൂജാമുറി സെപ്പറേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഫുള്ള് ഗ്രില്ല് ചെയ്തിട്ടായിരുന്നു. പിന്നെ മേലെ മച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ആമിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പൂജാമുറിയുടെ സൈഡിലുള്ള മരങ്ങളാണ്. ആ മരം ചന്ദനാണ്, ഒറിജിനൽ ചന്ദനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ വീടിൻ്റെ താഴോട്ടേക്ക് പോയി. താഴോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ സെയിം വന്ന പോലെ തന്നെ ഫുൾ അവിടെ മരങ്ങളൊക്കെ നട്ടു കൊടുത്തിട്ടും ആ ഒരു ഫുൾ ഏരിയ ഇങ്ങനെ മരങ്ങളായിരുന്നു. അതിനിടയിലൊരു കുളം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ തോടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. ഇത് ഷൂട്ട് ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചാണ്. നമ്മളിങ്ങനെ ഇവരുടെ പറമ്പൊക്കെ പോയി കണ്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ ചില്ല് ചെയ്ത് നടന്നതെന്ന് പറയാം. നമ്മളിങ്ങനെ തക്ഷിലിന് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പുവേട്ടൻ ഇങ്ങനെ ഒരു താളില വെച്ചിട്ട് ഒരു കമ്പൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ഫ്ലാഗൊക്കെ പോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ നമ്മളൊരു ഉച്ചയാവാനാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഫുഡ് കഴിച്ചു. ഫുഡിന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത്, ചേന ഉപ്പേരി, പുളിശ്ശേരി, പപ്പടം, അച്ചാർ, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നേരെ നമ്മൾ നോക്കിയത് പപ്പായയിലേക്കാണ്. നമ്മൾ നേരെ ഡയറക്റ്റ് പപ്പായ ഹണ്ടിങ് തുടങ്ങി. അളിയൻ ഇങ്ങനെ പപ്പായ കുത്തിയിടുമ്പോഴത്തേക്ക് അപ്പുവേട്ടനത് കറക്റ്റായിട്ട് ക്യാച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു. നമുക്കിപ്പോഴങ്ങ് ഒന്ന് കാണാമല്ലോ. പപ്പായ ഹണ്ടിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ മുറ്റത്തിരുന്ന് കുറേ സമയം സംസാരിച്ചു. അപ്പോഴത്തേക്ക് ആമിക്കുട്ടിക്ക് കീബോർഡ് ക്ലാസ്സിന് പോകേണ്ട സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് എസ്കേപ്പായി. കാട്ടുവിഭവങ്ങൾ, കാട്ടുചേന, കാട്ടുപപ്പായകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ. കുഞ്ഞു വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.